മെസ്സിയുടെ പേരിൽ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി നടത്തിയ GST തട്ടിപ്പിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെട്ട് GST വകുപ്പ്. ഫെമ ചട്ടലംഘനം, അന്യായമായി പണം സമാഹരിക്കൽ തുടങ്ങിയ ഗുരുതര കുറ്റങ്ങൾ കണ്ടെത്തിയതിന് പിന്നാലെയാണ് അന്വേഷണം കേന്ദ്ര ഏജൻസികൾക്ക് ഏൽപ്പിക്കാനുള്ള നീക്കം. തട്ടിപ്പിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുള്ളതായും വിവരമുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് സമഗ്ര അന്വേഷണം. കോടികളുടെ തട്ടിപ്പ് നടന്നതായാണ് GST വകുപ്പിന്റെ നിഗമനം. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര ഏജൻസി തന്നെ അന്വേഷിക്കണമെന്ന ആവശ്യം GST വകുപ്പ് മുന്നോട്ട് വെച്ചത്. തട്ടിപ്പിന്റെ വ്യാപ്തി വലുതാണ്. സംസ്ഥാന ഏജൻസി അന്വേഷിച്ചാൽ പ്രതികളിലേക്ക് എത്താൻ സാധിക്കില്ല. സാമ്പത്തിക തട്ടിപ്പിന്റെ ഉള്ളറകളിലേക്ക് എത്താൻ ED അന്വേഷണം തന്നെ വേണ്ടിവരും. ഇതിനായുള്ള നീക്കങ്ങളും ആരംഭിച്ചതായാണ് വിവരം. സ്പോൺസർമാരുടെ അക്കൗണ്ടിലേക്ക് കോടികൾ എത്തിയതിന് തെളിവുകൾ ലഭിച്ചിരുന്നു. 206 കോടി രൂപയാണ് 2 ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നായി സ്പോൺസർമാരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിയത്. ഇതിന് കൃത്യമായ വായ്പാ രേഖകളോ നികുതി രേഖകളോ ഉണ്ടായിരുന്നില്ല. പണമെത്തിയ ഉടനെ തന്നെ അത് പിൻവലിക്കുകയും ചെയ്തു. ഇതിലെല്ലാം തന്നെ വലിയ ദുരൂഹതകളാണുള്ളത്. ഇക്കാര്യങ്ങളിലെല്ലാം വ്യക്തത വേണമെങ്കിൽ കേന്ദ്ര ഏജൻസി തന്നെ വരണം. നേരത്തെ 23 കോടിയുടെ GST തട്ടിപ്പ് നടന്നതായും കണ്ടെത്തിയിരുന്നു. മെസ്സി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ചു വരികയാണ്. നിലവിൽ കൂടുതൽ പേർ തട്ടിപ്പിൽ പങ്കാളികളായിട്ടുണ്ടെന്നാണ് പ്രാഥമിക വിവരം. ഫുട്ബോൾ ഇതിഹാസം മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിലെത്തിക്കാമെന്ന വാഗ്ദാനം നൽകിയായിരുന്നു റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ തട്ടിപ്പ്. ജനം, തിരുവനന്തപുരം.